ദുബായിലേക്ക് ഒരു വിസിറ്റ് വിസ എടുത്ത് പോകാമെന്ന് വെച്ചാൽ പണ്ടത്തെ പോലെയൊന്നുമല്ല. ഇപ്പോൾ ഒരുപാട് ഫോർമാലിറ്റീസ് ആണ്. ബാങ്ക് അക്കൗണ്ടിൽ 3 ലക്ഷത്തിലധികം രൂപയുള്ളതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് കാണിക്കണം, റിട്ടേൺ എയർ ടിക്കറ്റ് കാണിക്കണം, അവിടെ ചെന്ന് കഴിഞ്ഞാൽ എവിടെയാണ് താമസിക്കുന്നത് അതിൻ്റെ രേഖകൾ, ബന്ധുക്കളുടെ ഡീറ്റെയിൽസ്, പിന്നെ ചോദ്യങ്ങളും പറച്ചിലുകളും. ഇനി ഇതൊന്നും കാണിക്കാനും പറയാനും പറ്റിയില്ലെങ്കിൽ എയർപോർട്ടിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു വരേണ്ടിയും വരും. ഇങ്ങനെയൊക്കെയാണ് കേൾക്കുന്നത്. ചില ആളുകൾ പറയുന്നു ഈ നിയമമൊക്കെ മാറി, ഇതിലൊക്കെ ഇളവ് വരുത്തി, ഇപ്പം അങ്ങനെ ചോദ്യവും പറച്ചിലും ഒന്നുമില്ല, കഴിഞ്ഞ ആഴ്ച നമ്മുടെ ബന്ധുക്കൾ ഇതുപോലെ പോയി വന്നതല്ലേ എന്നൊക്കെ. വേറെ ചിലരുടെ സംശയം, മുൻപൊക്കെ 3 മാസത്തെ വിസിറ്റ് വിസ കൊടുത്തിരുന്നു, ഇപ്പോൾ അതുണ്ടോ? ഇങ്ങനെ 100,000 കാര്യങ്ങളാണ് ദുബായിലേക്കൊരു വിസിറ്റ് വിസ എന്ന് പറഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്കൊക്കെ കടന്നു വരിക. ഇപ്പോൾ ഈ 2025 ഫെബ്രുവരി മാസത്തിലെ അവസ്ഥകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുൻപ് കൊടുത്തിരുന്നത് പോലെ തന്നെ 90 ദിവസത്തെ 3 മാസത്തെ വിസിറ്റ് വിസ ഇപ്പോൾ UAE നൽകുന്നുണ്ട്. പിന്നെ മറ്റ് നിയമങ്ങളുടെ കാര്യം നോക്കുകയാണെങ്കിൽ അത് UAE മാത്രം ബാധിക്കുന്ന നിയമമല്ല, ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് റൂൾസ് ആണ് അതൊക്കെ. നമ്മൾ മറ്റൊരു വിദേശ രാജ്യത്തേക്ക് പോകുന്ന സമയത്ത് $4,000 തുല്യമായ തുക നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ കാണിക്കണം എന്നൊക്കെയുള്ള നിയമമുണ്ട്. അതാണ് ഈ 3 ലക്ഷം രൂപയുടെ കണക്ക്. അതുപോലെ തന്നെയാണ് റിട്ടേൺ എയർ ടിക്കറ്റിൻ്റെ കാര്യവും, അവിടെ ചെന്ന് കഴിഞ്ഞാൽ താമസിക്കുന്ന ഡോക്യുമെൻസിൻ്റെ കാര്യമൊക്കെ. ഈ നിയമത്തിൽ മാറ്റമൊന്നും വന്നിട്ടില്ല. ഈ അടുത്ത കാലത്ത് അതൊന്ന് സ്ട്രിക്റ്റ് ആക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് വരുന്ന എല്ലാ ആളുകളോടും ഒന്നും ഈ കാര്യങ്ങൾ ചോദിക്കുന്നില്ല എന്ന് കരുതി നാളെയോ മറ്റന്നാളോ നമ്മൾ പോകുന്ന സമയത്ത് നമ്മളോട് ചോദിച്ചുകൂടാ എന്നുമില്ല. ഈ അടുത്തെങ്ങാനും നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആരെങ്കിലും ഇതുപോലെ വിസിറ്റ് വിസയിൽ പോയ സമയത്ത് അവരോട് ചോദിച്ചിട്ടുണ്ടാവില്ല, അവർ ഈ ഒരു കാര്യമായിരിക്കും നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ടാവുക. എന്ന് കരുതി ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു യാത്രക്കാരനോട് എയർപോർട്ട് അതോറിറ്റീസിനോ എയർലൈൻ സ്റ്റാഫിനോ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർക്കോ ഒക്കെ ഈ പറഞ്ഞ കാര്യങ്ങൾ അവർ ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ നമ്മൾ അതൊക്കെ കാണിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥരാണെന്നുള്ളൊരു കാര്യം ആദ്യം മനസ്സിലാക്കുക. ഇനി ഇങ്ങനെ വിസിറ്റ് വിസയിലൊക്കെ പോകുന്ന സമയത്ത് കൂടുതൽ പ്രശ്നങ്ങളും ചോദ്യങ്ങളും ഒക്കെ ഒഴിവാക്കാനായി ചെയ്യാൻ പറ്റുന്ന ചില ടിപ്സ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം, ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വ്യക്തമായി മറുപടി നൽകുക എന്നുള്ളതാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ അവിടെ ചെന്ന് എവിടെ താമസിക്കുമെന്ന് ഉദ്യോഗസ്ഥർ ചോദിക്കുന്ന സമയത്ത് നമ്മുടെ പല ഫ്രണ്ട്സ് ഉണ്ട്, പല ബന്ധുക്കളുണ്ട്, എവിടെയെങ്കിലും തങ്ങാനാണ് പ്ലാൻ, ഇത്തരത്തിലുള്ള ഒരു അവ്യക്തമായ മറുപടിയാണ് നമ്മൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ സംശയങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കൊക്കെ ഇടയാക്കിയേക്കാം, നമ്മുടെ യാത്ര വരെ മുടങ്ങിപ്പോയേക്കാം. നമ്മൾ എവിടെയാണ് താമസിക്കാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഇന്ന ബന്ധുവിൻ്റെ വീട്ടിലാണ്, ആ വ്യക്തിയുടെ കൃത്യമായ അഡ്രസ്സും, ഇനി അവരെ ഫോണിൽ സംസാരിക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ആ ഫോൺ നമ്പറൊക്കെ വളരെ റെഡിയായി വെക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒരു പരിധി വരെ ഒഴിവാക്കാം. അതുപോലെ തന്നെയാണ് നമ്മുടെ വസ്ത്രധാരണവും നമ്മുടെ പെരുമാറ്റവും ഒക്കെ. എന്ന് കരുതി കോട്ടും സൂട്ടും ഇട്ട് പോകണമെന്നല്ല, എന്നാൽ പോലും ഒരു അന്താരാഷ്ട്ര യാത്രയാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളൊരു ബോധ്യത്തോടു കൂടിയും നമ്മൾ പോകുന്ന രാജ്യത്തിൻ്റെ ഒരു മാന്യതയ്ക്ക് നിരക്കുന്നതുമായ വസ്ത്രധാരണവും ആറ്റിറ്റ്യൂഡും ഒക്കെ നമ്മളെ ഇത്തരം ചോദ്യങ്ങളിൽ നിന്നൊക്കെ ഒരു പരിധി വരെ സംരക്ഷിക്കും.